ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമുക്കിന്ന് വേനൽക്കാലത്ത് സ്വിറ്റ്സർലാൻഡിലെ മൗണ്ട് ടിറ്റിൽസിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കിയാലോ. ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ എന്ന ബോളിവുഡ് മൂവിയിലൂടെ ഇന്ത്യക്കാർക്കിടയിൽ ഫേമസ് ആയ സ്വിറ്റ്സർലാൻഡിലെ ഒരു സ്ഥലമാണ് മൗണ്ട് ടിറ്റ്ലിസ്. അതുകൊണ്ട് തന്നെ ബോളിവുഡ് മൂവി പ്രേമികൾ അങ്ങോട്ടേക്ക് പോവാൻ മറക്കാറില്ല. ഒരുവിധം എല്ലാവരും അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ അപ്പം നമ്മളും അറിയണ്ടേ മൗണ്ട് ടിറ്റിൽസിൽ എന്താ പ്രത്യേകത എന്ന്. അതുകൊണ്ട് നമ്മൾ ഇന്ന് മൗണ്ട് ടിറ്റിൽസിലേക്കാണ് പോകുന്നത്. ലുസേണിൽ നിന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ് എംഗൽബർഗിലേക്ക്. 45 മിനിറ്റ് എടുക്കും എംഗൽബർഗിലേക്ക് എത്താൻ. എംഗൽബർഗ് സ്റ്റേഷനിൽ നിന്ന് ഒന്നുകിൽ 10 മിനിറ്റോളം നടന്നിട്ട് വേണം നമ്മൾ കേബിൾ കാർ സ്റ്റേഷനിൽ പോവാൻ. അല്ലെങ്കിൽ ഷട്ടിൽ ബസ് അവൈലബിൾ ആണ്. ആ ഷട്ടിൽ ബസ്സിൽ കയറിയിട്ട് നമുക്ക് കേബിൾ കാർ സ്റ്റേഷനിലേക്ക് പോവാം. സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും മനോഹരമായ നോർമൽ ട്രെയിൻ റൂട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ലുസേണിന്ന് ഇന്റർലേക്കൻ പോകുന്ന വഴിയാണ്, അല്ലെങ്കിൽ സുരിക്കിന്ന് ഇന്റർലേക്കൻ പോകുന്ന വഴി. മൗണ്ട് ടിറ്റ്ലിസിലേക്ക് വേറൊരു വഴിയാണല്ലോ, അതുകൊണ്ട് അത്ര ഭംഗി ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ നല്ല ഭംഗിയുള്ള വഴിയായിരുന്നു മൗണ്ട് ടിറ്റ്ലിസിലേക്കുള്ള വഴി. ഞങ്ങൾ എംഗൽബർഗിൽ ട്രെയിൻ ഇറങ്ങി അവിടുന്ന് ഷട്ടിൽ ബസ് എടുത്തിട്ട് കേബിൾ കാർ സ്റ്റേഷനിൽ വന്നു. അവിടുന്ന് ടിക്കറ്റ് എടുത്തു. ഇനി കേബിൾ കാർ എടുക്കാനായിട്ട് പോവുകയാണ്. ഒരു അഡൾട്ടിന് അപ്പ് ആൻഡ് ഡൗൺ കേബിൾ കാർ റൈഡിന് 102 CHF ആണ് ആകുന്നത്. 6 to 15 year old കിഡ്സിന് 51 CHF ആണുള്ളത്. പിന്നെ ചിൽഡ്രൻ അണ്ടർ 6 year old ട്രാവൽ ഫ്രീ ആണ്. സ്വിസ് ട്രാവൽ പാസ് അല്ലെങ്കിൽ ഹാഫ് ഇയർ കാർഡ് ഇതൊക്കെ ഉള്ളവർക്ക് 50% ഡിസ്കൗണ്ട് ഉണ്ട്. അതായത് 51 CHF ആണ് ആവുക. ഞങ്ങളുടെ സ്വിസ് ട്രാവൽ പാസിൻ്റെ വാലിഡിറ്റി ഇന്നലെ കഴിഞ്ഞു. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ഫുൾ ഫെയർ കൊടുത്തിട്ടാണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. ഇത്രയും ദിവസം ഞങ്ങൾ കേബിൾ കാറിലൊക്കെ കയറിയിരുന്നത് 50% ഡിസ്കൗണ്ടോട് കൂടിയാണ് സ്വിസ് പാസ് ഉള്ളത് കാരണം ഇന്നിപ്പോൾ ഫുൾ എമൗണ്ട് കൊടുക്കേണ്ടി വന്നു. ഞങ്ങളുടെ ഐറ്റിനറി പ്ലാനിങ്ങിലുള്ള ഒരു ചെറിയൊരു അപാകതയാണ് ഈ ഒരു അബദ്ധം പറ്റാൻ കാരണം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കേബിൾ കാറിന് ഇടയ്ക്കൊരു സ്റ്റോപ്പ് ഉണ്ട്. ട്രൂപ്സേ എന്നാണ് ആ സ്റ്റോപ്പിൻ്റെ പേര്. അവിടെ ഞങ്ങൾ ഇറങ്ങി. അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ഇറങ്ങിയ ഉടനെ തന്നെ മോള് ഓടി പ്ലേ ഏരിയയിലേക്ക് പോയി. ആൾ കളി തുടങ്ങിയാൽ തിരിച്ചു വരാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അറിയുന്നത് കൊണ്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇവിടുന്ന് കളിക്കാം, ഇപ്പം നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് പിടിച്ച് വലിച്ച് ആളെയും കൊണ്ട് കേബിൾ കാറിൽ കയറിയിട്ട് നെക്സ്റ്റ് സ്റ്റോപ്പായ സ്റ്റാൻഡിൽ ഇറങ്ങി. അതാണ് ഫൈനൽ സ്റ്റോപ്പ്. ഇവിടുന്ന് നമ്മൾ റൊട്ടേറ്റിംഗ് കേബിൾ കാർ എടുക്കണം. അത് ടിറ്റ്ലിസ് സമ്മിറ്റിലേക്കാണ് പോകുന്നത്. ഈ കേബിൾ കാർ 360 ചെറുതായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ഞാൻ കേട്ടത്. അങ്ങനെ ഞങ്ങൾ ഇത് റൊട്ടേറ്റ് ചെയ്യുമല്ലോ എന്നുള്ളതൊക്കെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അത് റൊട്ടേറ്റ് ഒന്നും ചെയ്തില്ല. അത് സ്ട്രെയിറ്റ് അങ്ങനെ പോവുകയാണ് ഉണ്ടായത്. ഞങ്ങൾ കയറിയ കേബിൾ കാറിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ചിലപ്പോൾ സേഫ്റ്റി ഇഷ്യൂ ഉള്ളത് കൊണ്ടായിരിക്കണം അത് റൊട്ടേറ്റ് ചെയ്യാതിരുന്നത്. കേബിൾ കാറിൻ്റെ ഫ്രണ്ടിലായിട്ട് സ്നോയി മൗണ്ടനും പിന്നിലായിട്ട് ഗ്രീനറിയും നല്ലപോലെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയുള്ളതായിരുന്നു. കേബിൾ കാർ ഇറങ്ങി നടക്കുമ്പോൾ നമ്മളുടെ കണ്ണിൽ ആദ്യം പെടുന്നത് ഈ ഒരു കാഴ്ചയാണ്. ഇന്ത്യൻസിനെയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ടൂറിസം ബോർഡ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുവിധം എല്ലാവരും ഇന്ത്യൻസ് തന്നെയായിരുന്നു. അവിടെ മഞ്ഞുണ്ടായിരുന്നു, പക്ഷെ അത് പഴയ മഞ്ഞായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് നടന്ന സ്ഥലമായതുകൊണ്ട് ചളി പുരണ്ട് കിടക്കുകയായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് ഒരു വീഡിയോ കണ്ടിരുന്നു. മൗണ്ട് ടിറ്റ്ലിസിൽ മഞ്ഞൊന്നില്ല, ഒരു വൈറ്റ് ഷീറ്റ് കവർ ചെയ്തിട്ടിരിക്കുകയാണ് സ്നോ പോലെ തോന്നിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്, ഉള്ള സ്നോ ആണെങ്കിൽ അത് ചളി പുരണ്ടിട്ടാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ കണ്ടിരുന്നു. അതിൻ്റെ അടിയിൽ ഒരുപാട് കമൻ്റൊക്കെ ഉണ്ടായിരുന്നു. ഈ സമ്മറിൽ നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചാൽ പോയെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ഇത് പറ്റിക്കലല്ലേ, നമ്മൾ സ്നോ പ്രതീക്ഷിച്ചിട്ടല്ലേ സമ്മറിലും പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഒരു വീഡിയോ കണ്ടിരുന്നു. സംഭവം സത്യമാണ്. സ്നോ കുറച്ചേ ഉള്ളൂ. കൂട്ടിയിട്ടിരിക്കുന്ന സ്നോ കുറച്ച് ഫ്ലഫിയാണ്. പിന്നെ നടക്കുന്ന ഏരിയ ഒക്കെ നല്ലപോലെ ചളി പുരണ്ടിട്ടാണ് ഉള്ളത്. ഒരുവിധം എല്ലായിടെയും കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു, അതാണ് കാരണം. പിന്നെ ചില ഭാഗങ്ങൾ വൈറ്റ് ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അത് പ്രൊട്ടക്റ്റീവ് വൈറ്റ് സ്നോ കവറിങ് ഷീറ്റാണ്. അത് എല്ലാ വേനൽക്കാലത്തും ആൽപൈൻ ഗ്ലേഷ്യേഴ്സിൽ ഇങ്ങനെ ചെയ്യുന്നതാണ്. ഗ്ലേഷ്യർ ഐസ് മെൽറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ വൈറ്റ് പ്രൊട്ടക്റ്റീവ് ഷീറ്റ് ഇടുന്നത്. അപ്പോൾ വേനൽക്കാലത്ത് നിങ്ങൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ ഒരുപാട് സ്നോ ഒന്നും പ്രതീക്ഷിക്കരുത്. വേനൽക്കാലത്ത് കുറച്ച് സ്നോ തന്നെ കാണാൻ പറ്റുക എന്നുള്ളത് ഒരു ഭാഗ്യം തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൃപ്തിപ്പെടണം. പിന്നെ ചളി പുരണ്ട് കിടക്കുകയായിരിക്കും സ്നോ ഒക്കെ. അതുകൊണ്ട് നല്ല ഗ്രിപ്പുള്ള ഫുഡ് വെയർ ധരിക്കാൻ ശ്രമിക്കുക. നടക്കുമ്പോൾ വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. ചളിയിൽ വീണാനുള്ള അവസ്ഥ പറയണ്ടല്ലോ. അതുകൊണ്ട് നല്ല ഗ്രിപ്പുള്ള ഫുഡ് വെയർ ധരിക്കാൻ ശ്രമിക്കുക.
ഞങ്ങൾ നടക്കുന്നതിനിടയിൽ കുറച്ച് ദൂരെ ഒരു ബ്രിഡ്ജ് കണ്ടപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതാണ്. അവിടെ ഒരു കാക്കയെ കണ്ടപ്പോൾ പക്ഷേ അത് കുറച്ച് ഫുഡ് കൊടുത്തു. അപ്പോൾ കുറച്ച് പേര് ഞങ്ങളുടെ ചുറ്റിൽ നിന്ന് അതിൻ്റെ വീഡിയോ എടുക്കാൻ തുടങ്ങി. ഇത് ഇവിടുത്തെ ക്ലിഫ് വാക്കിൻ്റെ ഭാഗമായിട്ടുള്ള ബ്രിഡ്ജാണ്. അത് അന്നേരം ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. ആ പോർഷൻ മാത്രം കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ് ഉണ്ടായത്. തിരിച്ചു വരുമ്പോൾ ആ മഞ്ഞിലൂടെ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ജാസ്മി ഒരു കപ്പിൾ ഹെൽപ്പ് ചെയ്തു. ഞങ്ങൾ 2 പേരും നല്ലപോലെ സ്ട്രഗിൾ ചെയ്തു അതിലൂടെ നടക്കാൻ. ജാസ്മി ഒരുപാട് തവണ വീണു, ഞാൻ അത്ര വീണിട്ടില്ല, എന്നാലും നല്ലപോലെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് തിരിച്ചിറങ്ങിയത്. ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന സമയത്താണ് ഞങ്ങൾ അവിടെ ഒരു ഐസ് ഫ്ലയർ ചെയർ ലിഫ്റ്റ് കണ്ടത്. അതിനുള്ള ടിക്കറ്റ് എടുത്തിട്ട് ഞങ്ങൾ അതിൽ കയറി. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ആയിട്ട് ഒരാൾക്ക് വരുന്നത് 12 CHF ആണ്. നിങ്ങൾ എങ്കൽബർഗിൽ നിന്ന് മൗണ്ട് ടെറ്റിൽസിലേക്കുള്ള കേബിൾ കാറിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെയും കൂടിയും ടിക്കറ്റ് എടുക്കാവുന്നതാണ്. ഫുൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോംബോ ടിക്കറ്റ് ഉണ്ട്, അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇവിടുന്ന് വന്നിട്ട് എടുത്താലും മതി. ഈ ചെയർ ലിഫ്റ്റിൽ 6 പേർക്കാണ് കയറാൻ പറ്റുക. ഞങ്ങൾ ടോട്ടൽ 7 പേരുണ്ടായിരുന്നു. ആദ്യം വന്ന ചെയർ ലിഫ്റ്റിൽ ഞങ്ങൾ ചാടിയിരുന്നു. അതിനുശേഷമാണ് ഓർത്തത് നമ്മൾ 7 പേരുണ്ടല്ലോ, ഒരാൾ മിസ്സാണല്ലോ എന്ന്. ഫൈസൽ ഭായിക്ക് മാത്രം കയറാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ച് ആൾ ഒറ്റക്കായതുകൊണ്ട് വരില്ലായിരിക്കും എന്നാണ്. തിരിഞ്ഞു നോക്കിയപ്പോൾ ആൾ ഒറ്റക്ക് ഈ ചെയർ ലിഫ്റ്റിൽ വന്നു. ജാസ്മി പറഞ്ഞു ഞങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഞങ്ങൾ ട്രിപ്പ് പോകുമ്പോൾ ഇങ്ങനത്തെയൊക്കെ അവോയ്ഡ് ചെയ്യാറാണുള്ളത്. പക്ഷേ ഇതിൽ കയറിയിട്ട് ഒറ്റക്ക് വന്നപ്പോൾ ജാസ്മിക്ക് തന്നെ അത്ഭുതം തോന്നി. ചെയർ ലിഫ്റ്റ് ഇറങ്ങിയിട്ട് നമ്മൾ എത്തുന്നത് ഗ്ലേഷ്യർ പാർക്കിലാണ്. ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. അവിടെ സ്നോ ട്യൂബിങ് നടക്കുന്നുണ്ടായിരുന്നു. ചെയർ ലിഫ്റ്റ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഗ്ലേഷ്യർ പാർക്കിലേക്ക് വരാനും അല്ലെങ്കിൽ സ്നോയി ഏരിയ കാണാനും. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സ്നോയി ടെറൈന് കണ്ടിട്ട് നമുക്കൊരു യാത്ര എന്നുള്ള രൂപത്തിലാണ് ഈ ചെയർ ലിഫ്റ്റ് യൂസ് ചെയ്യുന്നത്. വിൻ്ററിൽ ചെയർ ലിഫ്റ്റ് നല്ലൊരു എക്സ്പീരിയൻസ് ആവും. ഇപ്പം നമുക്ക് അത്രയ്ക്ക് അങ്ങനൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ സ്നോ ട്യൂബിങ് ചെയ്തു. ആദ്യം സഫ്വാനാണ് പോയത്, പിന്നെ മോൻ പോയി. മോൻ്റെ പേര് അമൻ എന്നാണ്. മോൻ പോയി. അതിനുശേഷം നിഷാദ്, പിന്നെ ഞാനൊക്കെ പോയി. ജാസ്മിയും ഫൈസൽ ഭായിയോ ഇല്ല ഞങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു. ജാസ്മി പറഞ്ഞു എനിക്ക് മതിയായി, മഞ്ഞ് മതിയായി എന്ന് പറഞ്ഞിട്ട് ആളൊരു സ്ഥലത്ത് പോയിരിക്കുകയാണ്. എന്തായാലും ഞാൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. നിഷാദും മോളും പോയി കഴിഞ്ഞിട്ട് അടുത്തത് ഞാനാണ് പോകുന്നത്. ഒരേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ പോയി കിടക്കുന്ന ആ ട്യൂബ് എടുത്തിട്ട് നമ്മൾ നടന്ന് കൊണ്ട് മുകളിലേക്ക് വരണം, നമ്മൾ തന്നെ കൊണ്ടുവരണം. എന്നിട്ട് വേണം നമ്മൾ സ്ലൈഡ് ചെയ്യാൻ. നിഷാദ് താഴെ എത്തിയിട്ട് സ്ലൈഡ് കൊണ്ട് മുകളിലേക്ക് വന്നു. അതിലാണ് ഞാൻ താഴത്തേക്ക് വരുന്നത്. ഞാൻ താഴത്തേക്ക് വരുന്നതിൻ്റെ മുഴുവൻ വീഡിയോ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നില്ല. അതൊരുപാട് ഫണ്ണിയായിരുന്നു. നല്ലപോലെ സ്പീഡിൽ വന്നിട്ട് മുകളിലേക്കൊക്കെ തെറിച്ചൊക്കെ ആയിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ എന്തായാലും അതിവിടെ പോസ്റ്റ് ചെയ്യുന്നില്ല. ട്യൂബിങ് ചെയ്ത് ഇൻട്രസ്റ്റ് ആയപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു ഒന്നുകൂടെ ചെയ്യണമെന്ന്. അങ്ങനെ സഫാൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നിഷാദും മോളും വന്നു, പിന്നെ അമൻ വന്നു. എനിക്കും വീണ്ടും ചെയ്യണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ട്യൂബ് വലിച്ചിട്ട് മുകളിൽ പോകുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. മഞ്ഞത്തൂടെ നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ മഞ്ഞിന് പറ്റിയൊരു ഷൂസൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ആഗ്രഹം ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ചെയർ ലിഫ്റ്റിൽ തിരിച്ച് ഞങ്ങൾ വന്ന സ്ഥലത്തേക്ക് തന്നെ പോവുകയാണ്. ഇത്തവണ തിരിച്ചു പോകുമ്പോൾ ഫൈസൽ ഭായി ഞങ്ങളുടെ കൂടെ കയറി. സഫ്വാനും അമനും വേറൊരു ചെയർ ലിഫ്റ്റിലും വന്നു. പിന്നെ ഞങ്ങൾ നേരെ ക്ലിഫ് വാക്കിലേക്കാണ് പോയത്. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ജാസ്മി ആദ്യം കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ ഞങ്ങൾ നിർബന്ധിച്ചപ്പോൾ ആൾ കയറി. ആദ്യമൊക്കെ ഒന്നൊരു പേടി ഉണ്ടായിരുന്നു, പിന്നെ നല്ലപോലെ എൻജോയ് ചെയ്തു. ഇതത്ര പേടിക്കാനുള്ളൊരു ക്ലിഫ് വാക്കൊന്നുമല്ല, പക്ഷെ ഹൈറ്റ് പേടിയുള്ളവർക്ക് ചെറുതായിട്ട് പേടിയുണ്ടാവും. പിന്നെ നല്ല കാറ്റുള്ള സമയത്ത് കുറച്ച് ആടുമല്ലോ, അപ്പം ചെറിയ പേടിയുണ്ടാവും. ഹൈറ്റ് പേടിയുള്ളവർക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ മാത്രം. ഞങ്ങളുടെ മുമ്പിൽ ഒരുപാട് പേരുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ സ്ലോ ആയിട്ടായിരുന്നു മൂവ് ചെയ്യുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് വൃത്തിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാനൊരു കാര്യം ചെയ്തു, ഞാൻ ഇവിടെ തന്നെ നിന്നു, അവരൊക്കെ മൂവ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് നല്ല സാവധാനം ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് നടന്നു. വിൻ്റർ സമയത്തായിരുന്നെങ്കിൽ ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആകുമായിരുന്നു. മുഴുവനും മഞ്ഞ് മൂടിയിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടാകുമായിരുന്നു. ഇപ്പോഴും നല്ല ഭംഗിയുണ്ട്, എന്നാലും വിൻ്റർ സമയത്ത് ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ സമയത്ത് വന്നതുകൊണ്ട് അധികം തണുപ്പ് സഹിക്കാതെ മഞ്ഞ് കാണാൻ പറ്റിയെന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ക്ലിഫ് വാക്കിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ ഐസ് കേവ് കാണാനായിട്ടാണ് പോകുന്നത്. അതിൻ്റെ കാഴ്ചകൾ ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നില്ല, അത് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതാണ്. അടുത്ത വീഡിയോയിൽ വരാൻ പോകുന്ന ഐസ് കേവിൻ്റെ കുഞ്ഞു കാഴ്ച ഞാനിവിടെ ഇടാം.
അപ്പോൾ അടുത്ത വീഡിയോയിൽ ടിറ്റ്ലീസിലെ ബാക്കി വരുന്ന കാഴ്ചകളും പിന്നെ ലോട്ടോ ബ്രൗണോയിലെ കാഴ്ചകളും ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.